Hi friends, welcome back to our channel. ഇന്നലെ നമ്മൾ റൈറ്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മളിത് വരുന്നുള്ളത്. ഇതിൽ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഇതാണ് നമ്മുടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞായിരുന്നു. അതായത് നമുക്ക് സോഫ്റ്റ്വെയർസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം സ്ക്രീനിൽ നിന്നും നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. വെൽക്കം സ്ക്രീനിൽ നിന്ന് ഒരു ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു സ്ക്രീനിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയും. ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കുറേ ടൂൾസും മെനൂസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് വരുന്നുള്ള ഒരു സെറ്റ് ഓഫ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് വരുന്നുള്ളത്. നമുക്ക് ഓരോ ടൂളിൻ്റെതും അല്ലെങ്കിൽ ഓരോ ടാബ്സിൻ്റെയും അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരുന്നത് ആപ്ലിക്കേഷൻ മെനു ആണ്. ആപ്ലിക്കേഷൻ മെനു എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ ഫയൽ മാനേജ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം. ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാനോ ഓൾറെഡി ഉള്ള ഫയൽസ് ഓപ്പൺ ചെയ്യാനോ സേവ് ആസ് ചെയ്യാനോ എക്സ്പോർട്ട് പ്രിൻറ്റ് ഓപ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ മെനുവിൻ്റെ അണ്ടറിലുള്ള ഫയൽ മാനേജ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് വരുന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് നമ്മളെ ടാബ്സും. നമുക്കിവിടെ കാണുന്ന ആർക്കിടെക്ചർ, സ്ട്രക്ചർ, സിസ്റ്റം, ഇൻസേർട്ട്, അനോട്ടേറ്റ്, അനലൈസ്, മസിങ് ആൻഡ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടാബ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ആർക്കിടെക്ചറൽ ടാബ്സിലാണ് നമ്മൾ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ വരാം. അത് കൂടാണ്ട് ഒന്ന് രണ്ട് ടാബ്സും കൂടി നമുക്ക് ആർക്കിടെക്ചേഴ്സിൽ വരുന്നുണ്ട്. ഇതൊന്ന് മാസിങ് ആൻഡ് സൈറ്റ് ആണ്. വ്യൂ ടാബ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ മെയിൻലി മോഡിഫിക്കേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. മോഡിഫിക്കേഷൻ ടാബ് നമുക്ക് വരുന്നുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് സിവിൽ സ്ട്രക്ചറിന്റെ ബേസ് ചെയ്തിട്ടും ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് നമ്മളെ ടാബ്സും. നമുക്കിവിടെ കാണുന്ന ആർക്കിടെക്ചർ, സ്ട്രക്ചർ, സിസ്റ്റം, ഇൻസേർട്ട്, അനോട്ടേറ്റ്, അനലൈസ്, മസിങ് ആൻഡ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടാബ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ആർക്കിടെക്ചറൽ ടാബ്സിലാണ് നമ്മൾ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ വരാം. അത് കൂടാണ്ട് ഒന്ന് രണ്ട് ടാബ്സും കൂടി നമുക്ക് ആർക്കിടെക്ചേഴ്സിൽ വരുന്നുണ്ട്. ഇതൊന്ന് മാസിങ് ആൻഡ് സൈറ്റ് ആണ്. വ്യൂ ടാബ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ മെയിൻലി മോഡിഫിക്കേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. മോഡിഫിക്കേഷൻ ടാബ് നമുക്ക് വരുന്നുണ്ട്. ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ടാബ് നമ്മളെ സിവിൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് വരുന്നുള്ളത്. അതിന് ശേഷം വരുന്ന സിസ്റ്റം എന്ന് പറയുന്ന ടാബ് നമ്മളെ HVAC MEP റിലേറ്റഡ് ആയിട്ടാണ് വരുന്നുള്ളത്. ഇൻസേർട്ട് ടാബ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏത് ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അനോട്ടേറ്റ് ടാബ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഡയമെൻഷൻസും ടെക്സ്റ്റും കാര്യങ്ങളും ടാഗ്സ് ഒക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് വരുന്നുള്ളത്. അനലൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രക്ചറിലും വരുന്നുണ്ട്, MEPയിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർക്കിടെക്ചേഴ്സിലും നമുക്ക് എനർജി അനാലിസിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ മാസിങ് ആൻഡ് സൈറ്റ് ടാബ് എന്ന് പറയുന്നത് ആർക്കിടെക്ചേഴ്സിന് മാത്രമായിട്ട് വരുന്നുള്ള ടാബ്സ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കൊലാബറേറ്റ്. ഈ കൊലാബറേറ്റ് ടാബ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ഷെയറിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കൊലാബറേറ്റ് ടാബിൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് വ്യൂ ടാബ്. വ്യൂ ടാബ് എന്ന് പറയുന്നത് നമ്മളെ വ്യൂസിനെ സ്വിച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3Dയിലേക്കായാലും 2Dയിലേക്കായാലും നമുക്ക് മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് സെറ്റപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വ്യൂ ടാബ് വരുന്നുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് മാനേജ് ടാബ്. മാനേജ് ടാബിലാണ് നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ നമുക്കുണ്ട്. പ്രൊജക്റ്റ് യൂണിറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്നാപ്പ് സെറ്റിങ്സ്, മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൊജക്ട് ലൊക്കേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരുന്നതാണ് നമ്മൾ മാനേജ് ടാബ് എന്ന് പറയുന്നത്. ആഡ് ഇൻസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മോഡിഫൈ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏത് വർക്ക് ചെയ്യുമ്പോഴേ അറിയാം. മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇത്രയും ടാബ്സ് ആണ് നമുക്ക് വരുന്നുള്ളത്. ഈ ഓരോ ടാബ്സിൻ്റെ അണ്ടറിലും ഓരോ പാനൽസ് ആയിട്ടാണ് നമുക്ക് വരാം. ഈ പാനലിൻ്റെ അണ്ടറിലായിട്ടാണ് നമുക്ക് ടൂൾസ് ഉണ്ടാവുക. നമ്മൾ ആർക്കിടെക്ചേഴ്സിൻ്റെ നമ്മൾ ബിൽഡ് എന്നുള്ള പാനലിലാണ് നമ്മൾ വരിക. അപ്പം ആർക്കിടെക്ചർ
റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സോഫ്റ്റ്വെയർസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 2D ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ 3Dയും കൂടി നമുക്ക് ബിൽഡാവുന്ന രീതിയിലുള്ള ടൂൾസാണ് നമുക്ക് വരാം. നമ്മളിപ്പോൾ ബിൽഡ് എന്നുള്ള ടൂൾസിന് അണ്ടറിലുള്ള ടൂൾസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ വാള്, ഡോറ്, വിൻഡോ, കോമ്പോണൻസ് എന്നൊക്കെയാണ് ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. അപ്പം നമ്മൾ വാള് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വാള്, ഡോറ് ചെയ്യാൻ ഡോറ് എന്നൊക്കെയുള്ള ടൂൾസ് വെച്ചിട്ടാണ് ചെയ്യുക. ഓട്ടോക്യാഡിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ലൈൻ വെച്ചിട്ടൊന്നുമല്ല ക്രിയേഷൻസും കാര്യങ്ങളൊക്കെ വരാം. ഇതിനൊക്കെ ബിൽഡിംഗ് കോമ്പോണൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഓരോ ടാബ്സിൻ്റെ അണ്ടറിൽ ഓരോന്നായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിനെ പാനൽസ് എന്ന് പറയും. ആ പാനലാണ് ഈ ബിൽഡ്, സർക്കുലേഷൻ, മോഡൽ എന്നൊക്കെ പറയുന്നത്. ഈ പാനലിൻ്റെ അണ്ടറിലേക്കായിട്ടാണ് നമുക്ക് ടൂൾ സെറ്റ്സും കാര്യങ്ങളൊക്കെ വരാം. ഇത് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. ക്വിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ആക്സസിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വരുന്ന ഈ ഒരു ഗ്യാപ്പ്. ഇതിന് നമ്മൾ ഓപ്ഷൻ ബാർ എന്നറിയും. ഇതിപ്പോൾ നമുക്ക് ആക്റ്റീവ് ആവില്ല. നമ്മൾ ടൂൾസ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഓപ്ഷൻ ബാർസും കാര്യങ്ങളും നമുക്ക് ആക്റ്റീവായിട്ട് ഉണ്ടാവാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെവിറ്റിൽ വരുന്ന ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൂൾ എടുക്കുന്ന സമയത്തും അതിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അതാണ് നമ്മൾ പ്രോപ്പർട്ടി ടാബിൽ കൂടി നമുക്ക് കിട്ടുക. നമ്മളിപ്പോൾ ഒരു വാളാണ് വരക്കുന്നുണ്ടെങ്കിൽ എത്ര ഹൈറ്റിലേക്ക് നമ്മൾ വരക്കുന്നുണ്ട്, എത്ര ലെങ്ത്തിലേക്ക് വരക്കുന്നുണ്ട്, എത്ര ഏരിയ നമുക്ക് വരുന്നുണ്ട്, എത്ര വോളിയം നമുക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വിൻഡോയിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരാം. നേരെ തൊട്ടപ്പുറത്ത് വരുന്ന ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്ന നമ്മൾ പ്രൊജക്ട് ബ്രൗസർ എന്ന് പറയും. ഈ പ്രൊജക്ട് ബ്രൗസർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വർക്കിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ള വ്യൂ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കോ അല്ലെങ്കിൽ 2Dയിൽ നിന്നും 3Dയിലേക്കൊക്കെ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലോർ പ്ലാൻസ് വെച്ചിട്ടാണ്. അതായത് ഫ്ലോർ പ്ലാൻസിലാണ് നമ്മൾ ഗ്രൗണ്ടും ഫസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. 2D എലിവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എലിവേഷൻ എന്നുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എലിവേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ വരുന്ന ഈ വൈറ്റ് സൈഡ്സിൽ വരുന്ന ഈ ഒരു ഏരിയ ആണ് നമ്മൾ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഈ വർക്ക് സ്പേസസിലേക്കാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. 4 സൈഡ്സിലായിട്ട് 4 ക്യാമറാസ് കാണുന്നുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ വരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വരുന്നുള്ളത്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസിലേക്ക് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഒരു ഓപ്ഷൻസും കൂടി നമുക്ക് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഇത്രയും ഗ്രൂപ്പ്സ് ഓഫ് ഐറ്റംസ് വരുന്ന നമ്മൾ ഫസ്റ്റ് ലുക്കിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും.